വരുമ്പോൾ ആ ജീപ്പിലേക്ക് ഓടിക്കയറിയിട്ട് എന്തെങ്കിലും തരണമെന്ന് പറയുന്ന ഒരു അമ്മക്കുരുങ്ങനെ ഞങ്ങളുടെ ക്യാമറയ്ക്ക് നോക്കിയെടുത്തിട്ടുണ്ടായത്. അപ്പം ആ വാഹനത്തിനകത്ത് മെസ്സിലേക്ക് വാങ്ങി വെച്ചിരിക്കുന്ന പച്ചക്കറി ബിൻസാർ എടുത്ത് കൊടുക്കുമ്പോൾ അതിലൊന്നും തൃപ്തിപ്പെടാതെ വീണ്ടും തരാൻ പറയുന്നുണ്ട്. കാരണം അവൾക്ക് കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൾ ആവശ്യപ്പെടുമ്പോൾ SI സദേഹം 3-4 തക്കാളി എടുത്ത് കൊടുക്കുമ്പോൾ അതെല്ലാം അവള് വിശപ്പ് സഹിക്കാൻ വയ്യാതെ തിന്ന് അവൾ ആ ഭക്ഷണം സംഭരിച്ചുകൊണ്ട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഈ കാഴ്ച വല്ലാത്തൊരു നൊമ്പരമുണ്ടാക്കി ഞങ്ങളിലൊക്കെ. ഒരുപക്ഷെ ഈ ചിത്രം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്കും പല ചിന്തകളും നിങ്ങൾക്കും വരും. ഇത് ഒരു ചിന്തയാണ്. ഒരുപക്ഷെ നമ്മുടെ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഒക്കെ ഇത്തരത്തിലുള്ള താൽക്കാലിക മൃഗങ്ങൾ, പക്ഷികളും പറവുകളും ഒക്കെ വെള്ളത്തിനും വിശപ്പിനും വേണ്ടി അവരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. കാലാവസ്ഥ എന്ന മൊത്തത്തിൽ മാറിയിരിക്കുന്നു. പ്രകൃതി എന്തെല്ലാമോ ചില ചിന്തകളായിട്ട് മുമ്പോട്ട് പോകുന്നതാണ്. കാരണം എവിടെയും മാസ്ക് കെട്ടിയ മനുഷ്യൻ, എവിടെയും ഒരുപക്ഷെ ചിന്തിക്കാവുന്ന നിമിഷങ്ങളെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചോളൂ, നമ്മളെല്ലാം സമരാണ് വിശപ്പിന് മുമ്പിൽ. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് നമ്മൾ നീതി പുലർത്തണം. അത് നാളേക്ക് നമ്മൾ ഒരു കൂട്ടി വെക്കണം, സംഭരിക്കണം. ഓർത്തും അനാവശ്യങ്ങളെല്ലാം ഒരുപക്ഷെ എന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. ഈ ചിത്രം വീഡിയോ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ചിന്തിപ്പിക്കുന്നത് ഇതായിരിക്കാം. സധൈര്യം ഒരു പെട്രോളിയം ജീപ്പിന്റെ മുകളിൽ നിന്നുകൊണ്ട് വിശപ്പ് മാറ്റാനായി ഒരു സബ് ഇൻസ്പെക്ടറുടെ മുഖത്ത് നോക്കി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിശപ്പ് മാറ്റാൻ യാചിക്കുന്ന അമ്മക്കുരുങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മളൊക്കെ സെൽഫിക്ക് വേണ്ടി മാത്രം വണ്ടിപ്പരിപ്പും മുന്തിരി മുതലെല്ലാം കൊടുത്ത് ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുക്കുന്ന കാലമല്ല കാലം. കാരണം വിജനമായ റോഡാണ് നാടുകാണി ചുരം. അവിടെ വാഹനങ്ങൾ നന്നേ കുറവാണ്. അപ്പോൾ ആ മേഖലയിലാണ് പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ജീപ്പിൽ ഓടി വന്നിരുന്നത് ഭക്ഷണം ഒരു കുഞ്ഞിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യാചിക്കുന്ന കുരങ്ങ്. നമുക്കൊരു ചിന്തയാണ് ഈ അമ്മക്കുരങ്ങും ഈ കുഞ്ഞും. ഈ നല്ല കാഴ്ച നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാവട്ടെ. ഈ സ്നേഹം എന്ന് നിങ്ങൾ നിലനിൽക്കട്ടെ. സ്നേഹപൂർവ്വം നാടുകാണി ചുരത്തിൻ്റെ പാതയിൽ നമ്മുടെ ലൂമിയർ